ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏതവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. അവരുടെ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് 5 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. പിന്നെ അവരുടെ ഫീലിങ്സ് നമുക്ക് നോക്കാം. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പേജ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. മാസ്റ്റർ ഡക്കായിട്ട് വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിയുടെ എനർജി നോക്കുന്ന സമയത്ത് ഇതിൽ ഒരു ബ്രേക്കപ്പ് നടന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ കാര്യത്തിൽ. കാരണം ആളിപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ മാസ്റ്റർ ഡക്കിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ആൾ നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സമയം. ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ആൾക്ക് നിങ്ങളിലേക്ക് വരാൻ ആൾ ആഗ്രഹിക്കുന്നു ഈ ഒരു സമയം എന്നതാണ് നമുക്ക് മെയിനായിട്ട് കാണുന്നത്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അവരുടെ ഓവറോൾ എനർജിയിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാര്യമായ തേർഡ് പാർട്ടി കണക്ഷൻ ഇതിനകത്തുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പോയിരുന്ന ഒരു കണക്ഷനാണ്. പക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തുണ്ട്, നിങ്ങളെ ഇതിനകത്തുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. അവരുടെ ഫീലിങ്സ് എന്തുമാത്രമാണെന്നുള്ളത് നോക്കാം. ഈ ഒരു സമയത്ത് പഴയ ഓർമ്മകൾ ആളെ വല്ലാതെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളെ തന്നെ ഓർത്തിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. നല്ല രീതിയിൽ ആൾ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്കിടയിൽ മറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫാമിലി പ്രശ്നങ്ങൾ ഇതിനകത്തുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ഒരു വഴക്ക് നടന്നിട്ടുണ്ടല്ലോ. അതാണ് മെയിൻ കാരണം. വഴക്കിൻ്റെ പേരിലാണ് ഇത് ഇത്രയും സംഭവിക്കാൻ കാരണം. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയത് ഒരു വഴക്കാണ് നടന്നിട്ടുള്ളത്. ആൾ നിങ്ങളുടെ അടുത്ത് നിന്ന് വഴക്കിട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിൽ നിന്നും പോയതാകാം. എന്തോ ഒരു നിങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറം ആയിരിക്കും അത്. ഒരിക്കലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവില്ല ഈ വ്യക്തി ഇങ്ങനെ പോകും, അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിലായിരുന്നു നിങ്ങളുടെ കണക്ഷൻ. ആ ഒരു സ്റ്റെബിലിറ്റിയോട് കൂടി തന്നെയായിരുന്നു ഇത് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. സംഭവം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഫാമിലിയാണ് വ്യക്തിയെ ശരിക്കും മാറ്റിയത്. ഫാമിലിയാണെന്നാണ് കാണുന്നത്. എന്നുവെച്ചാൽ ഈ വ്യക്തിയെ ശരിക്കും ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ഫാമിലി പറയുന്ന വാക്കുകൾ കേട്ടിട്ടാണ് അവർ നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്തതാണ്. അവർ മാറി നിന്നത് ഫാമിലിയാണ്. ശരിക്കും ഈ ഫാമിലി ഇയാളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഫാമിലിയാണ്. എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടാണ് ആൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. പക്ഷെ നല്ല രീതിയിലായിരുന്നു ഈ ഒരു കണക്ഷൻ പോയതായി തന്നെയാണ് കാണുന്നത്. പക്ഷെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫീലിങ്സ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ചും കൂടി. അപ്പോൾ ഫീലിങ്സിനൊന്നും ഒട്ടും കുറവില്ല. അപ്പോൾ ഈ വ്യക്തിയുടെ ഒരു അഭിപ്രായത്തിൽ പോയതല്ല, ഫാമിലി പറഞ്ഞിട്ടാണ് പോയതാൾ കേട്ടോ. അത് എല്ലാവർക്കും ഇത് കണക്റ്റ് ആവില്ല. ഈ ഒരു റീഡിങ് കുറച്ച് പേർക്ക് മാത്രമാണ് ഇത് കണക്റ്റ് ആവുന്നത്. നിങ്ങൾ കാസ്റ്റ് ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടോ, അത് ഈ ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നില്ല. ഫാമിലി
ഇത് അറിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ബന്ധം അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങളുടെ ബന്ധമാണെങ്കിൽ നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പല ഡിഫറൻസും ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഫിനാൻസ് ഡിഫറൻസ് ഉണ്ടാവാം, അങ്ങനെ പലതരത്തിൽ നിങ്ങൾ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇത് ഫാമിലിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഈ ബന്ധം. അതുകൊണ്ടാണ് നിങ്ങളോട് സ്നേഹമുണ്ട്, നമുക്ക് കാർഡ്സിൽ കാണുന്ന സമയത്ത് മനസ്സിലാകുന്നുണ്ട്. ഫീലിങ്സ് നോക്കുമ്പോൾ സ്നേഹത്തിനൊന്നും ഒട്ടും കുറവില്ല. പക്ഷെ ഇത് ഫാമിലിയാണ്. ഈ ഒറ്റൊരു കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലവർക്ക് ഒന്നും പറയാതെ പോയിട്ടുണ്ടാവാം, നിങ്ങളുടെ വ്യക്തി സൈലൻ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് നിങ്ങളിൽ നിന്ന് പോയതാവാം. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഓവറോൾ എനർജിയിൽ വരും കേട്ടോ, തിരിച്ചു വരും എന്തായാലും. ശരി, പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരും. കാരണം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഫീലിങ്സ് നോക്കുന്ന സമയത്തും ഇതന്നെയാണ്. 5 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു വാക്കേറ്റം നടന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവർക്കും കണക്റ്റ് ആവില്ല എങ്കിലും നല്ല രീതിയിലൊരു വാക്കേറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. കൂടുതലും നിങ്ങളുടെ വ്യക്തിയാണ് നിങ്ങളെ നോവിച്ചതെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ മനസ്സ് നിറയെ സ്നേഹമാണ് കേട്ടോ. ഒരു ഫാമിലി പ്രശ്നത്തിൻ്റെ പേരിൽ നോവിച്ചതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ നോവിച്ചതാണ്. അല്ലാതെ നല്ല സ്നേഹമുള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം, ട്രസ്റ്റ് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ തമ്മിൽ? അത് കാണിക്കുന്നുണ്ട് ഇതിൽ. എന്നുവെച്ചാൽ എല്ലാവർക്കും ഇത് കുറച്ച് പേർക്ക് അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കേറ്റത്തിൻ്റെ ഇതാണ് കാണിക്കുന്നത് കേട്ടോ. സ്നേഹമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് എന്നാണ് കാണുന്നത്. ശരിക്കും ഈ ഫാമിലി എതിർക്കുന്നുമുണ്ട്. ഫാമിലി ശരിക്കും ഇവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് ആൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത കേട്ടോ. കണ്ണ് കെട്ടിയൊരവസ്ഥയാണ് കാണുന്നത്. ഒരു വശത്തെ നിങ്ങളുടെ വാക്ക് കേൾക്കണോ, ഫാമിലിൻ്റെ വാക്ക് കേൾക്കണോ എന്നുള്ള ഇതിലാണ്. അത്രയും മൈൻഡ് ഒന്നും ഉറച്ചിക്കുന്നില്ല മൈൻഡിൽ. പല ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഒരു വശത്ത് നിങ്ങൾ, ഒരു വശത്ത് ഫാമിലിയാണ് ഇതിൽ മെയിൻ കാണുന്നത് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ വേണം. അത് പറഞ്ഞില്ലേ, ഒരു ഫിനാൻസ് സംബന്ധമായ എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പേർക്ക് കാണുന്നുണ്ട് അങ്ങനെ. പൈസയുടെ എന്തോ ഒരു കാര്യത്തിൽ ഫാമിലിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടോ? അത് കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്, എല്ലാവർക്കും അല്ല. ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഒത്തിരി പേരുടെ എനർജീസ് ഇതിൽ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം നിങ്ങളെടുത്താൽ മതി. എല്ലാം നിങ്ങളെടുക്കണമെന്നില്ല കേട്ടോ. കുറച്ച് നിങ്ങൾക്ക് കിട്ടും മാത്രം. ഇത് കുറച്ച് പേർക്ക് അങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരു ക്യാഷാണ് ഇതിൽ മെയിന്. ഇങ്ങനെ ഒരു നോ കോണ്ടാക്റ്റ് ആവാൻ കാരണം പൈസയുടെ എന്തോ ഒരു പ്രശ്നം വന്നുകൊണ്ടാണ്. ഒരു പൈസ ഇടപാടിൻ്റെ പേരിൽ മാറി നിൽക്കുന്നതാവും കേട്ടോ. സ്നേഹം ഒത്തിരി ഉണ്ട്, പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് സ്നേഹത്തിനൊന്നും കുറവില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് ശരിക്കും നിങ്ങൾ അനുഭവിച്ച വ്യക്തികളാണ് അവരുടെ. എന്നുവെച്ചാൽ അത്രയും സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അവർക്ക് എത്രത്തോളം നിങ്ങളോട് സ്നേഹം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. എന്തിനാണ് മാറി നിന്നോന്നുള്ളതും നിങ്ങൾക്കറിയാം ശരിക്കും. അപ്പോൾ അതിൽ ഫിനാൻസിൻ്റെയും കുറച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. ഫിനാൻസിൻ്റെ എല്ലാവർക്കും എല്ലാം കുറച്ച് പേര്. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. പൂർവാധികം ശക്തിയോടെ തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങളായിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കാനോ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് സണ്ണാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ട് വരും. എന്തിനി പ്രശ്നം ഫാമിലി ഇടപെട്ടാലും ഒറ്റിക്കൊടുത്താലും ഫാമിലി ശരിക്കും എതിർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബന്ധം അറിഞ്ഞിട്ടുണ്ട് ഫാമിലി, നിങ്ങളെ തമ്മിലുള്ള ബന്ധം അറിഞ്ഞിട്ടുണ്ട്. അവരുടെ ഫാമിലി ശരിക്കും ഇയാളെ ഇപ്പോൾ മാറ്റി നിർത്തിയിട്ടിരിക്കുന്നതൊക്കെ ഫാമിലിയാണ് ഇതിൽ കേട്ടോ. അപ്പോൾ അതെങ്ങനെ ആയാലും ശരി, ഈ വ്യക്തിക്ക് നിങ്ങളെ കളഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല, നിങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്തായാലും ശരി, നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇപ്പോൾ മാറി നിൽക്കുന്നതിന് പൂർവാധിക ശക്തിയോടെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും കേട്ടോ. ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെന്ന് വിചാരിക്കേണ്ട. ഇപ്പോഴിങ്ങനെ കാരണം ഇതിലൊരു എതിർപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് മാറി നിൽക്കുന്നത്. അല്ല നിങ്ങളോടുള്ള ഇഷ്ടത്തിനൊന്നും യാതൊരു കുറവില്ല. ഇപ്പോഴും കാണുന്നില്ല. ആ മാസ്റ്റർ ഡെക്ക് ആയിട്ട് നമുക്ക് വന്ന കാർഡ് തന്നെ 4 ഓഫ് കപ്സാണ്. ഇനി എന്തുണ്ടെങ്കിലും ശരി, നിങ്ങളെ തന്നെയാണ് മനസ്സിൽ. നിങ്ങളെ വേണം നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. സിറ്റുവേഷനിൽ ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും നേട്ടം ഉണ്ടെങ്കിലും ശരി, വേണ്ട നിങ്ങളെയാണ്. അത് തന്നെയാണ് സണ്ണും വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തന്നെയാണ് അവരുടെ
അവർ തയ്യാറായി കഴിഞ്ഞു അതിന് വേണ്ടി കേട്ടോ. തിരിച്ചു വരാനായിട്ട് തന്നെ തയ്യാറായി. കാരണം കാണുന്നില്ലേ, ആ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അത്രത്തോളം ഫീലിങ്സ് നിങ്ങളടുത്തുണ്ട് ഈ ഒരു വ്യക്തിക്ക് കേട്ടോ. ഫീലിങ്സ് നോക്കുന്ന സമയത്തൊക്കെ അതുണ്ട്. എന്തോ ഒരു സൗന്ദര്യ പിണക്കം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും കാണുന്നുണ്ട് ഇതിൽ. പക്ഷെ ആളിപ്പോൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ആൾക്ക് ഒന്നിനും പറ്റുന്നില്ല, നിങ്ങളിലേക്ക് വരാനും പറ്റുന്നില്ല, എന്നിട്ടും ഫാമിലി പറയുന്നത് കേൾക്കാനും പറ്റുന്നില്ല അവർക്ക്. പക്ഷെ എല്ലാം അവരിങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുക ഈ സമയത്ത്. ചെറിയൊരു പിണക്കുണ്ടാവും നിങ്ങളോട്, പക്ഷെ അതൊരു പിണക്കല്ല കേട്ടോ. അത് നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട. പക്ഷേ കുറച്ച് പേർക്ക് അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു ചെറിയൊരു ഉള്ളിലൊരു ചെറിയൊരു ദേഷ്യമുണ്ട് നിങ്ങളടുത്ത്. പക്ഷെ അത് സാരമാക്കണ്ട, അത് ആൾ വരും തിരിച്ച്. ടു കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളോളം വേറെ ഒന്നും ആ വ്യക്തിയുടെ മനസ്സിലില്ല. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങൾ തന്നെയാണ് വലുത്. എന്ത് ഫിനാൻസ് സംബന്ധമായ കാര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും ശരി, കൊടുക്കൽ വാങ്ങലുകളോ അങ്ങനെ എന്തോ ഒന്ന് ഉണ്ട് നിങ്ങളിൽ, കുറച്ച് പേർക്കുണ്ടത്. പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, അവർക്ക് വേണ്ടത് നിങ്ങളെ തന്നെയാണ്. അവരിപ്പോൾ മാറി നിന്നോട്ടെ, കുറച്ച് കാലം വരെ അവർ മാറി നിൽക്കുന്നുണ്ടാവുക, ഒന്ന് സൈലൻ്റ് ആവുന്നുണ്ടാവുക. ഒരു വിവരവും ചിലപ്പോൾ അവരുടെ ഒരു വിവരവും നിങ്ങൾക്ക് ലഭിച്ചില്ലെന്നും വരാം. കുറച്ച് പേർക്ക് ലഭിക്കാത്തതായിട്ട് കാണുന്നുണ്ട് അവരുടെ. പക്ഷേ ഒന്നും നിങ്ങൾ ഇതാവണ്ട, നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കുള്ളതാണ്. അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ടു കപ്സിൻ്റെ എനർജിയാണ് ഇത്. മുന്നോട്ട് വരും. പിന്നെ നമുക്ക് സൺ എനർജിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് എനർജിയും നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം മാറിക്കിട്ടും. അവർ നിങ്ങളായിട്ട് അങ്ങോട്ട് പോകാതെ തന്നെ അവരായിട്ട് തന്നെ ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം നമുക്ക്. ഗവൺമെൻറ് ജോലിയുള്ളവരായിരിക്കാം. ലെറ്റർ ബി ആണ്. ജൂൺ മാസം. ബ്ലൂ കളർ. അനിഴം. റെഡ് കളർ. യെല്ലോ കളർ. ലെറ്റർ വൈ ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ സെഡ് ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ യു ആണ്. എൻ ആണ് വന്നിരിക്കുന്നത്. മൂലം നക്ഷത്രം. ലെറ്റർ ഡബ്ല്യു ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആർക്കൊക്കെ ഇതെല്ലാവർക്കും കണക്റ്റ് ആവില്ല, എന്നാലും ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയുന്നവർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ്ങിലൂടെ നിങ്ങൾക്കിത് ഉറപ്പ് വരുത്താൻ പറ്റും. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്